നമസ്കാരം. ഒമാനിൽ ഞായറാഴ്ചയുണ്ടായ വ്യാപകമായ വൈദ്യുതി തടസ്സത്തിന് പിന്നിൽ രാജ്യത്തെ ഒരു പവർ പ്ലാന്റിലുണ്ടായ സാങ്കേതിക തകരാറാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. സൈബർ ആക്രമണ സാധ്യത സംബന്ധിച്ചുള്ള ഊഹാപോഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെ ബാധിച്ച വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായിട്ടുള്ള അടിയന്തര നടപടികൾ പുരോഗമിക്കുകയാണ്. സംഭവം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടന്നുവരികയാണ്. വൈദ്യുതി വിതരണ ശൃംഖലയുടെ വിശ്വാസ്യത ഉറപ്പാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്നും അധികൃതർ വ്യക്തമാക്കി. ഒമാനിലെ വ്യാപകമായ വൈദ്യുതി മുടക്കത്തിന് പിന്നിൽ സൈബർ ആക്രമണമാണെന്ന ഊഹാപോഹങ്ങൾ ചൊവ്വാഴ്ച അതോറിറ്റി ഫോർ പബ്ലിക് സർവീസസ് റെഗുലേഷൻ ശക്തമായി നിഷേധിച്ചിരുന്നു. ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പ്രചരിച്ച അവകാശവാദങ്ങളെ അടിസ്ഥാനരഹിതമെന്നായിരുന്നു APSR വക്താവ് വിശേഷിപ്പിച്ചത്. വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ ഒന്നിലെ സാങ്കേതിക തകരാറാണ് തടസ്സത്തിന് കാരണമെന്ന് പ്രാഥമിക കണ്ടെത്തലുകൾ ചൂണ്ടിക്കാണിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. വിവരങ്ങൾക്കായി സ്ഥിരീകരിച്ച ഉറവിടങ്ങളെ മാത്രം ആശ്രയിക്കാനും സ്ഥിരീകരിക്കാത്ത അവകാശവാദങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കാനും പൊതുജനങ്ങളോട് അധികൃതർ അഭ്യർത്ഥിച്ചു. ഞായറാഴ്ചയാണ് ഒമാനിലെ ഒന്നിലധികം ഗവർണറേറ്റുകളിലായി പല പ്രദേശങ്ങളിലും പെട്ടെന്ന് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടത്. സാങ്കേതിക സംഘങ്ങൾ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മസ്കത്ത് ഗവർണറേറ്റിലെ എല്ലാ പ്രദേശങ്ങളിലും വൈദ്യുതി വിതരണം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായി വൈദ്യുതി വിതരണ കമ്പനി അറിയിച്ചു.